കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ലേണേഴ്സ്, ഇഗ്നോന്റെ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇന്നിവിടെ ഈ ഒരു സെഷനിൽ പോകുന്നത്. പേപ്പർ വന്നിട്ട് BCO S185 ആണ്, കോമൺ പേപ്പർ ആണ് വരുന്നത്. അതിൽ BCOS 185 ഓൺട്രപ്രനർഷിപ്പ് എന്നുള്ള പേപ്പറാണ് നിങ്ങൾക്കുള്ളത്. ഈ ഒരു പേപ്പറിൽ ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഏകദേശം വരുന്ന ഈ ഒരു എല്ലാ ബ്ലോക്കിലും നമുക്കൊരു 1 to 4 ആണ് ഈ ഒരു ഓൺട്രപ്രനർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ 1 to 4 ബ്ലോക്സ് ആണ് വരുന്നത്. അപ്പം അതിൽ നമ്മളൊരു കുറച്ച് വർഷങ്ങളിലെ പേപ്പേഴ്സ്, പ്രീവിയസ് പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ നിന്നും വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും അതുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളും ഏതൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വരാവുന്ന ഒരു വെയിറ്റേജ് മാർക്ക് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാനും കുറച്ചുകൂടെ കോൺഫിഡൻസിൽ നമുക്ക് പോയി എക്സാംസ് എഴുതാനും ഒക്കെ സഹായിക്കും. ദെൻ ഇതിൽ നമ്മൾക്ക് വരുന്നത് കുറച്ചൊരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ്, എക്സാം പാറ്റേൺ അനാലിസിസ്, റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഈ ഒരു രീതിയിലാണ് വരിക. സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര യൂണിറ്റ്സ് ഉണ്ട്, ഇത്ര ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, അതിൻ്റെ സബ് തീംസ് എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു എക്സാം പാറ്റേൺസ് നമുക്ക് ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ്, ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, മാർക്സ് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു സെഷനിൽ വരുന്നുണ്ടാവുക. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, നമ്മൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ ബ്രീഫ് കൺസെപ്റ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. കൺസോൾഡേറ്റഡ് ലിസ്റ്റ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക, റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് തീംസിൻ്റെ. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, അതിൽ കുറച്ചും കൂടെ നമ്മൾ ഈ പറയുന്ന എല്ലാ PYക്കും നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിന്ന് നമുക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റീസ് കൊടുക്കുന്ന ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, പ്രയോറിറ്റീസ് വേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വരാവുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രാക്ടീസ് റെഡി പേപ്പർ ആയിരിക്കും ഇതിൽ വരുന്നത്. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. ഈ ഓരോ PYക്കും നമ്മൾ ഓരോ ഇയർലിയും PYക്കുവിനെ അത്രയും അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിറൈവിംഗ് പ്രഡിക്ഷൻസിക്ക് നമ്മൾ എത്തുന്നത്. നെക്സ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് ആണ്. ഓരോ ബ്ലോക്സിലും ഇപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ബ്ലോക്സിലും വരുന്ന ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിന് എത്രത്തോളം നമ്മൾ ഫോക്കസ് കൊടുക്കണം, അത് ബ്ലോക്കിൽ യൂണിറ്റ്സ്, ടോപ്പിക്സ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ജൂൺ 2022 ടു ജൂൺ 2025 വരെയുള്ള കാര്യങ്ങളാണ്. അതിൽ ഡിസംബർ സൈക്കിളും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2022 ടു ഡിസംബർ 2024 കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും അനലൈസ് ചെയ്തിട്ടുണ്ടാവുക. അത് വെച്ച് അതിൻ്റെ സ്കോറിംഗ് റൂൾസ്, കൂടുതൽ റെലവൻസ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഹൈ റെലവൻസ് വരുന്നത് ഒരു 10 അപ്പിയറൻസസ് എങ്കിലും, അതായത് 10 ടൈംസ് എങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ മീഡിയം വരുമ്പോൾ ഒരു 5 to 9 ആണ് അപ്പിയറൻസസ് വരുന്നത്. ലോയിലാവുമ്പോൾ ബിലോ 5 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ കോംപ്രിഹെൻസീവ് ടേബിളിൽ നമ്മൾ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസസ് ആൻഡ് റെലവൻസ് ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് 1 കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓൺട്രപ്രനർഷിപ്പ്. അപ്പിയറൻസസ് കാര്യമായിട്ടില്ല, അതിനൊരു ലോ റെലവൻസ് ആണ് വരുന്നത്. ഒരു തവണയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിച്ചത് കണ്ടിട്ടുള്ളൂ. ദെൻ ബ്ലോക്ക് 1 തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഓൺട്രപ്രനർഷിപ്പ് വരുന്നുണ്ട്, യൂണിറ്റ് 1 വരുന്നത്. അതും നമുക്ക് ഒരു 2 ടൈംസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അത് വരുന്നത്. ഇതെല്ലാം ലോ റെലവൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്
ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ ഹൈ റെലവൻസ് ഉള്ളത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ദെൻ ആ ഫോക്കസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു ലോ ഫോക്കസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. അതും ഒരു വൺ ടൈം ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ലോ റെഫറൻസ് ആണ് വരുന്നത്. സോ ലോ ആണ് അതിൻ്റെ ഒരു നമുക്ക് വരുന്ന റെലവൻസ് എന്ന് പറയുന്നത് ലോ ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 മോഡൽസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. ഒരു തവണയാണ് ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. 2 ടൈംസ് ആണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അതിലും വരുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓണ്ടർപ്രണർ വേഴ്സസ് ഇൻട്രാപ്രണർ. അതൊരു കമ്പാരിറ്റീവ് മോഡലിലാണ് വരുന്നത്. അതും വൺ ടൈം ആണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അതിലും വരുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓണ്ടർപ്രണറിയൽ ഇക്കോ സിസ്റ്റം ആണ് വരുന്നത്. കമ്പോണൻസും ഫാക്ടേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത്. അതൊരു 5 ടൈംസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻസ് ആണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ യൂണിറ്റ് 3 ബ്ലോക്ക് 1 യൂണിറ്റ് 3 റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. അതൊരു 2 ടൈംസ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലോ റെലവൻസ് ആണ് അതിന് വരുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ഒരു വൺ ടൈം ആണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അത് അതിൻ്റെ റെലവൻസ് വരുന്നത് ലോ റെലവൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ടെക്നോ ഓണ്ടർപ്രണർഷിപ്പ് അതും ഒരു വൺ ടൈം ഒക്കെയാണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ലോ റെലവൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഇൻക്ലൂഡിങ് ക്രിയേറ്റീവ് പ്രോസസ് 4 ടൈംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലോ റെലവൻസ് ആണ് വരുന്നത്. കാരണം ബിലോ 5 വരുന്നത് നമ്മൾ ലോ റെലവൻസിലാണ് കണക്കാക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഓണ്ടർപ്രണറിയൽ കോമ്പറ്റൻസീസ് ആണ്. 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ലോ റെലവൻസിലാണ് അതും വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ന്യൂ വെഞ്ചർ ഡെവലപ്മെന്റ് വൺ ടൈം ഒക്കെയാണ് നമ്മളത് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ലോ റെലവൻസ് ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ 4 ടൈംസ് ആണ് അത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അതിലും വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ടെക്നിക്സ് ഓഫ് ഐഡിയ ജനറേഷൻ അത് 3 ടൈംസ് ആണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് തന്നെയാണ് അതിലും വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്നുണ്ട്. മാർക്കറ്റ് റിസർച്ച് പ്രോസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. വൺ ടൈം ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഒരു ലോ റെലവൻസ് ആണ് അതിലും വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 മാർക്കറ്റിംഗ് പ്ലാൻ സ്റ്റെപ്സ് ആണ് കൂടുതലായിട്ട്. അതിൽ വൺ ടൈം ആണ് നമ്മളത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അതിലും. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ബിസിനസ് പ്ലാൻ കൺസെപ്റ്റ് റെലവൻസ് ആൻഡ് എലമെന്റ്സ് 5 ടൈംസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഒരു മീഡിയം റെലവൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കമ്പോണൻസ് ആണ്. വൺ ടൈം ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളതോ. ലോ റെലവൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഫീസിബിലിറ്റി അനാലിസിസ് ഓവറോൾ 3 ടൈംസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അതിൽ വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. വിത്തിൻ ഫീസിബിലിറ്റി ആണ് വരുന്നത്. വൺ ടൈം ഒക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് ആണ്. വൺ ടൈം ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് അതിലും വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 ലൊക്കേഷൻ ലേ ഔട്ട് ഇംപ്ലിമെന്റേഷൻ ബേസിക്സ് വൺ ടൈം ആണ്. ലോ റെലവൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 3 യൂണിറ്റ് 10 സ്റ്റാർട്ടപ്പ് കൺസെപ്റ്റ് ചലഞ്ചസ് സപ്പോർട്ട് സക്സസ് 6 ടൈംസ് ആണ്. ഒരു മീഡിയം റെലവൻസിൽ അത് വരുന്നുണ്ട്. ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 11 ചോയ്സ് ഓഫ് സോഴ്സ് 2 ടൈംസ് ആണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലോ റെലവൻസിലാണ് പോകുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 മുദ്ര യോജന 3 ടൈംസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലോ റെലവൻസ് ആണ് അതിനും വരുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സോഴ്സസ് ഓഫ് ഫിനാൻസ് 3 ടൈംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലോ റെലവൻസ് ആണ് അതിനും വരുന്നത്. അതേപോലെ തന്നെ ലോ റെലവൻസിലുള്ളതാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 12 മെന്ററിംഗ് ഓഫ് എ ഗുഡ് മെന്റർ വൺ ടൈം ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ബ്ലോക്ക് 3 യൂണിറ്റ് 12 നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് HR മെന്ററിംഗ് അതും 3 ടൈംസ് ആണ് നമ്മൾ നോക്കി കണ്ടിട്ടുള്ളൂ. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സ്കീംസ് ഫോർ MSME വൺ ടൈം ആണ് കണ്ടിട്ടുള്ളൂ. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 KVIC സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അണ്ടർ MSME വൺ ടൈം ആണ് കണ്ടിട്ടുള്ളൂ. ബ്ലോക്ക് 4 യൂണിറ്റ് 13 MSMED ആക്ട് 2006 അത് വൺ ടൈം ആണ് കണ്ടിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 MSME എക്കണോമിക് ഡെവലപ്മെന്റ് റൂം ഇതെല്ലാം ലോ റെലവൻസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഒരു ചലഞ്ചസ് ഇൻ ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ, ഫാമിലി ബിസിനസ് കോൺഫ്ലിക്ട്സ് ആൻഡ് മാനേജ്മെന്റ്, സിസ്റ്റം തിയറി ഓഫ് ഫാമിലി ബിസിനസ്, ടൈപ്സ് ഓഫ് ഫാമിലി ബിസിനസ്
അതിൽ ചലഞ്ചസ് ഇൻ ഫാമിലി ബിസിനസ് ഏകദേശം 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോർ 11s ആണ് വരുന്നത്. യൂണിറ്റ് 14 തന്നെ ഇതെല്ലാം ബ്ലോക്ക് 4ലാണ് വരുന്നത്. യൂണിറ്റ് 14 ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോർ 11s ആണ്. യൂണിറ്റ് 14 ഫാമിലി ബിസിനസ് കോൺഫ്ലിക്ട്സ് ആൻഡ് മാനേജ്മെന്റ് 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 14 സിസ്റ്റം തിയറി ഓഫ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ലോർ 11s ആണ് അതിനും കാണുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ടൈപ്സ് ഓഫ് ഫാമിലി ബിസിനസ് 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 സക്സസ് സ്റ്റോറി സ്റ്റാർട്ടപ്പ് ഫസ്റ്റ് ജനറേഷൻ അതും 2 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ലോർ 11സിലാണ് പോകുന്നത്. ഇങ്ങനെയാണ് ആ ഒരു കാര്യം പോകുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ചാർട്ട്സ് ആൻഡ് ഗ്രിഡ്സിൽ വരുന്നത്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2ലേക്ക് ബ്ലോക്ക് 1 to 4 എങ്ങനെയാണ് പേരൻസ് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലായിട്ടും ബ്ലോക്ക് 1ലാണ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും ബ്ലോക്ക് 1ലാണ്. പിന്നെ ബ്ലോക്ക് 2 ദെൻ ബ്ലോക്ക് 3 ബ്ലോക്ക് 4 രണ്ടും ഒരേ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്. ദെൻ ബ്ലോക്ക് 2 ആണ്. അതിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് നമ്മൾ ഈ കാണുന്ന ഫ്രീക്വൻസി ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്. അതിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെയും അതേപോലെ ഓരോ യൂണിറ്റിലും എങ്ങനെയാണ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാപ്പാണിത്. ഹീറ്റ് മാപ്പാണ്. സെയിം ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഹൈ ഇൽഡിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻസൈഡ് ബോക്സ് ആണ്. അതിൽ ഹൈ ഇൽഡിൽ വരുന്നത് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 10 സ്റ്റാർട്ടപ്സ്, ദെൻ ബിസിനസ് പ്ലാൻ കൺസെപ്റ്റ് ചലഞ്ച് ഇനീഷ്യേറ്റീവ്സ് ബിസിനസ് പ്ലാൻ യൂണിറ്റ് 7 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺടർപ്രനോറിയൽ ഇക്കോ സിസ്റ്റം യൂണിറ്റ് 2. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഒരു ഹൈ ഈൽഡ് കാറ്റഗറിയിൽ വരുന്നത്. തിയറി ബേസ്ഡ് ആയിരിക്കും. അത് എസ് എ ടൈപ്പാണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു PYQ ലെവലിൽ നമ്മൾ 2022 തൊട്ട് 2025 വരെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഒരു രീതിയിലുള്ളത്. ദെൻ ടോപ്പ് 3 കാറ്റഗറിയിൽ വരുന്ന വേറെ ഹൈ ഈൽഡ് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് MSME ആൻഡ് ഇനീഷ്യേറ്റീവ്സ് യൂണിറ്റ് 13. ദെൻ അതേപോലെ തന്നെ യൂണിറ്റ് 8 റോൾ ഇനീഷ്യേറ്റീവ് ഫീസിബിലിറ്റി ഫിനാൻഷ്യൽ അനാലിസിസ് അങ്ങനെയുള്ളത്. യൂണിറ്റ് 14 ഫാമിലി ബിസിനസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ചലഞ്ചസ്. നെക്സ്റ്റ് വൺ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഒരു 200 to 250 വേർഡ്സിലാണ് നമ്മൾ വിത്ത് എക്സാമ്പിൾസ് വെച്ച് ഒരു ബ്രീഫ് കൺക്ലൂഷനും കൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ ലോങ് എസ്സേ എഴുതേണ്ടത്. അതായത് ഡിസ്കസ് എക്സ്പ്ലെയിൻ എലാബറേറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കത് ചോദിക്കാം. മാർക്സ് വരുന്നത് ഏകദേശം 20ലാണ്. ലെങ്ത്ത് ഒരു 200 to 250 വേർഡ്സിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ സ്പ്ലിറ്റ് എസ്സേ A-B എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. സബ് പാർട്ട് വരുന്ന രീതിയിലാണ് വരിക. മാർക്സ് 10 to 10 ആയിരിക്കും. അതായത് 20 ആയിരിക്കും 10A പാർട്ടിനും 10B പാർട്ടിനും ആ രീതിയിലാണ് വരിക. 120 to 150 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഏതെങ്കിലും 2 എണ്ണം എഴുതുന്ന രീതിയിൽ പിക്ക് 2 from 3-4 ടോപ്പിക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 10 to 20 ആയിരിക്കും ലെങ്ത്ത്. 120 to 150 വേർഡ്സിലായിരിക്കും നമ്മളത് എഴുതേണ്ടി വരിക. ഡെഫിനിഷൻസും കീ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഷോർട്ട് നോട്ട്സ് നമ്മൾ എഴുതേണ്ടി വരിക. ദെൻ കമ്പാരിറ്റീവ് എസ്സേ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന പോലെ വരുന്നതാണ്. ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് എക്സ്പ്ലെയിൻ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന രീതിയിലൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. മാർക്സ് 20ലാണ് വരിക. 10+10 ആയിരിക്കും ഉണ്ടായിരിക്കുക. 200 to 250 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ടേബിളിലോ കമൻട്രിയിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. MCQസോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ന്യൂമറിക്കൽസോ ഫോമൽ കേസ് സ്റ്റഡീസ് ഒന്നും ഈ ഒരു സെഷനിൽ നമ്മളങ്ങനെ കാണാറില്ല. ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് പല രീതിയിൽ നമുക്കതിനെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു രീതിയിലാവുമ്പോൾ ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇലാബറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. വിത്ത് എക്സാമ്പിൾസ് വെച്ചാണ് നമ്മൾ ആ ലോങ് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും 20 മാർക്ക് വെച്ച് വരും. ഒരു 200 to 250 വേർഡ്സിലായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ്ലി നമ്മളൊരു ഓപ്പണിംഗ് ഡെഫിനേഷൻ അതിന് പ്രൊവൈഡ് ചെയ്യുക. ഒരു 3 to 5 ഓർഗനൈസ്ഡ് പോയിന്റ്സ് കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലോങ് എസ്സേ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെഫിനേഷൻ എന്താണ് ആ എസ്സേയിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ടോപ്പിക് എന്താണോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതിനുശേഷം അതിന് പോയിന്റ്സ് ഉൾപ്പെടുത്താൻ പറ്റുന്ന അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കാം, ഫങ്ഷൻസ് ആയിരിക്കാം, ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് വരുന്നുണ്ടാവും. അതിനെ നമ്മളൊരു 3 to 5 ഓർഗനൈസ്ഡ് പോയിന്റ്സ് ആക്കുക. ഒരു മിനിയേച്ചർ എക്സാമ്പിൾസ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യുക. ഹെഡിങ്സ് നമ്മൾ കൊടുക്കാം. അതേപോലെ
ബുള്ളറ്റ് ഡംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആ രീതിയിലുള്ള ഇങ്ങനെയാണ് നമ്മളൊരു ലോങ് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പാരഗ്രാഫ് രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇക്കോസിസ്റ്റം ഫാക്ടേഴ്സ്, MSME റോളൊക്കെ നമുക്ക് ഈ ലോങ് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ സ്പ്ലിറ്റ് എസ്സേ, നെക്സ്റ്റ് സെഷൻ സ്പ്ലിറ്റ് എസ്സേ ആണ്. AB സബ് പാർട്ടായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. 10 മാർക്സ് ഈച്ച് വരുന്നതായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു 120 to 150 വേർഡ്സിലായിരിക്കും വരുന്നുണ്ടാവുക സബ് പാർട്ടായിട്ട്. അതിൽ നമ്മൾ ഡെഫിനേഷൻ ഒരു 3 പോയിന്റ്സ് നമ്മൾ കീ പോയിന്റ്സ് കൊടുക്കുക. ദെൻ ഒരു 1 എക്സാമ്പിൾ വിത്ത് ഒരു എക്സാമ്പിളും വെച്ചിട്ടായിരിക്കണം നമ്മളത് എഴുതേണ്ടി വരിക. ദെൻ നെക്സ്റ്റ് വൺ ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 120 to 150 വേർഡ്സിലായിരിക്കണം നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 3 to 4 ബുള്ളറ്റ്സ് വെച്ച് അതിനെ വേണമെങ്കിൽ ഐഡൻറ്റിഫൈ, അനലൈസ്, ഇല്ലുസ്ട്രേറ്റ് എന്നൊക്കെ രീതിയിൽ നമ്മളോട് ചോദിക്കാം. ഒരു മൈക്രോ എക്സാമ്പിളും വെച്ചിട്ടായിരിക്കണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫ്രീക്വൻ്റ്ലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം, വിസിബിലിറ്റി, സ്റ്റാർട്ടപ്പ്, MSME, ഫാമിലി ബിസിനസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വന്നിട്ട് കണ്ടിട്ടുള്ളത്. ദെൻ കമ്പാരിറ്റീവ് എസ്സേയിൽ വരുന്നത് എൻ്റർപ്രനർ വേഴ്സസ് ഇൻട്രാപ്രനർ, ആ രീതിയിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരിക. അപ്പോൾ നമുക്കൊരു 5 to 6 ക്ലീൻ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് അതിൽ പ്രൊവൈഡ് ചെയ്യാം. മാർക്സ് എന്ന് പറയുന്നത് ഓരോ സബ്പാർട്ടിനും 10 വെച്ചിട്ടായിരിക്കും മാർക്ക് വരുന്നുണ്ടാവുക. ഒന്നിലെ 2 കോളം വെച്ചിട്ടോ അല്ലെങ്കിൽ ബൈ സെൻറ്റൻസ് വെച്ചിട്ടോ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേപ്പർ December 22, June 23 ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ 100 ആണ് ഒരു പേപ്പറിന് മാർക്ക് വരുന്നത്. ബ്ലോക്ക് 1 ഏകദേശം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് 28.7 ആണ്. ബ്ലോക്ക് 2 26.2 ആണ്. ബ്ലോക്ക് 3 21.6 ആണ്. ബ്ലോക്ക് 4 18.5 ആണ്. ഇങ്ങനെയാണ് നമ്മളിത് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മാർക്ക് ബേസ് വരുന്നത്. അതിൽ ബ്ലോക്ക് 1 December 2022 28.1ഉം ജൂൺ 2023 40.6ഉം ജൂൺ 2024 33.3, December 2024 29.2, ജൂൺ 2025 12.5. എൻ്റെ ടോട്ടൽ ഷെയർ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 28.7 ആണ്. ഈ ഒരു ബ്ലോക്ക് 1 നിന്നും ക്വസ്റ്റ്യൻസ് ഇത്രയും ആവറേജ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 ഏകദേശം 26.2 മാർക്സ് വന്നിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു മാർക്സ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2ലാണ്. നമ്മൾ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ബ്ലോക്ക് 1 ആണ്, ദെൻ ബ്ലോക്ക് 2 ആണ്. ആ 2 ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ ബ്ലോക്ക് 3ക്കും കൂടെ നമ്മളൊരു ഈ 2 ചാപ്റ്ററും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3ക്കാണ്. ദെൻ ബ്ലോക്ക് 4 4ലും ഒരു 18.5% ആണ് വന്നിട്ടുള്ളത്. അത് December 2022 തൊട്ട് ജൂൺ 2025 വരെ. അതിൽ December 22 വരുന്നുണ്ട്, June 23 വരുന്നുണ്ട്, June 24 വരുന്നുണ്ട്, December 24 വരുന്നുണ്ട്, June 25 വരുന്നുണ്ട്. ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ആവറേജ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1 28.7 ആണ് പെർസെൻറ്റേജ് വരുന്നത്. ബ്ലോക്ക് 2 26.2 ആണ് പെർസെൻറ്റേജ് വരുന്നത്. ബ്ലോക്ക് 3 21.6 ആണ് വരുന്നത്. ബ്ലോക്ക് 4 18.5 ആണ്. ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കാണ്, ദെൻ സെക്കൻഡ് ബ്ലോക്കാണ്, ദെൻ തേർഡ് ബ്ലോക്കാണ്. ഈ 3 ബ്ലോക്കിനും നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ലെസ് റെലവൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്. പഠിക്കേണ്ടെന്നല്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ബ്ലോക്ക് 4ലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണിത്. ലോങ് എസ്സേ ടൈപ്പും ഇത്രയും ഇയറിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതിയാണിത്. ലോങ് എസ്സേ ആണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഷോർട്ട് നോട്ട്സും അതേപോലെ സ്പ്ലിറ്റ് എസ്സേയൊക്കെ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഇപ്പോൾ വരുന്ന രീതി എന്ന് പറയുന്നത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം.
ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡൊമിനൻസ് കൂടുതൽ ലോങ് എസ്സേക്ക് തന്നെയാണ്. 71% ആണ് ഏകദേശം അതിൽ ലോങ് എസ്സേ വരുന്നത്. ആവറേജ് ഷെയർ അക്രോസ് സെഷൻ എന്ന് പറയുന്ന ഒരു 65%, 2022 ഒരു 2025 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഏകദേശം ലോങ് എസ്സേ ആണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന സ്പ്ലിറ്റ് ആണ് AB കൂളിങ്സ്, ആ ഒരു രീതിയിലുള്ള സ്പ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു 12 to 14% ആണ് അത് വരുന്നത്. ഷോർട്ട് നോട്ട്സ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു 10 to 12% എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി നമ്മളത് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു 3 hourന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. 100 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കാം ഓരോ ക്വസ്റ്റിനും. ലോങ് എസ്സേക്ക് നമ്മൾ ഏകദേശം ഒരു 120 to 130 മിനിറ്റോളം നമുക്കൊരു ലോങ് എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്, ലോങ് എസ്സേസിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം എടുക്കേണ്ടി വരും. സ്പ്ലിറ്റിന് ഒരു 30 മിനിറ്റും അതേപോലെ തന്നെ ഷോർട്ട് നോട്ടിന് ഒരു 10 to 12 മിനിറ്റും 22 to 24 മിനിറ്റും ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ദെൻ റിക്കറിങ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് അനലൈസ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ്, ആ രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ റെലവൻസ് ഓഫ് എ ബിസിനസ് പ്ലാൻ, എക്സ്പ്ലെയിൻ ദ മെയിൻ എലമെന്റ്സ് DPR. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 5 അപ്പിയറൻസസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 5 അപ്പിയറൻസസ് ഈ ഒരു ക്വസ്റ്റ്യനിനെ വന്നിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ ഓൺടർപ്രണറിയൽ ഇക്കോസിസ്റ്റം, അത് വന്നിട്ട് 5 അപ്പിയറൻസസ് വന്നിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, ഇമ്പോർട്ടൻസ്, ചാലഞ്ചസ്, ക്രിയേറ്റീവ് പ്രോസസ്, ഒരു 4 അപ്പിയറൻസസ് നമ്മൾ അതിൽ കാണുന്നുണ്ട്. ദെൻ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ അനാലിസിസ്, ക്രിട്ടിക്കൽ കമ്പോണൻസ്, ഒരു 4 അപ്പിയറൻസസ് നമ്മൾ അതിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺടർപ്രണറിയൽ കോമ്പിറ്റൻസീസ്, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്, 3 അപ്പിയറൻസസ് ആണ് നമ്മൾ അതിൽ കാണുന്നത്. നെക്സ്റ്റ്, ഫാമിലി ബിസിനസ് ടൈപ്സ്, ചാലഞ്ചസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് മാനേജ്മെന്റ്, ഒരു 3 അപ്പിയറൻസസ് നമ്മൾ അതിൽ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസ്, സോഴ്സസ് ആൻഡ് ചോയ്സ് ഫാക്ടേഴ്സ്, 3 അപ്പിയറൻസസ് ആണ് വരുന്നത്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓർ മെന്ററിംഗ് ഫോർ ആൻ ഓൺടർപ്രണർ, 3 അപ്പിയറൻസസ് ആണ് വരുന്നത്. ദെൻ സ്റ്റാർട്ടപ്സ്, കൺസെപ്റ്റ്, ചലഞ്ചസ്, സപ്പോർട്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അതും ഒരു 3 അപ്പിയറൻസസ് ആണ് വരുന്നത്. 10 ടെക്നിക്സ് ഓഫ് ബിസിനസ് ഐഡിയ ജനറേഷൻ, 3 അപ്പിയറൻസസ് ആണ് അതിലും വരുന്നത്. ഇനി ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ്. ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഒരു ബ്ലോക്ക് വൈസ് അതിന്റെ അപ്പിയറൻസസ് എത്ര തവണ വന്നിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനും, അതിന് ആവറേജ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ് അതിൽ പറയുന്നത്. ബിസിനസ് പ്ലാൻ ആൻഡ് DPR, റെലവൻസ് ഓർ എലമെന്റ്സ്, ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. ഈ ഒരു ടോപ്പിക്കിന് ഒരു 5 അപ്പിയറൻസസ് നമ്മൾ ഇത്രയും വർഷത്തെ എക്സാംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 5 അപ്പിയറൻസസ് നമ്മൾ അതിൽ കാണുന്നുണ്ട്. ആവറേജ് മാർക്ക് അതിന് വരുന്നത് 20 ആണ്. ദെൻ ഓൺടർപ്രണറിയൽ ഇക്കോസിസ്റ്റം, കമ്പോണൻസ്, ഫാക്ടേഴ്സ്, ഇന്ത്യ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. 5 അപ്പിയറൻസസ് നമ്മൾ അതിൽ കാണുന്നുണ്ട്. ഏകദേശം ആവറേജ് മാർക്ക് എന്ന് 18 മാർക്കോളം നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, ഇമ്പോർട്ടൻസ്, ചാലഞ്ചസ് ആൻഡ് പ്രോസസ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അതിലൊരു ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4, അതിൽ അപ്പിയറൻസസ് വന്നിട്ടുള്ള 4 ടൈംസ് ആണ്. 12.5 ആണ് ആവറേജ് മാർക്ക് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് 1 തന്നെ ഏകദേശം 2 ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടുണ്ട്. 2 അല്ല 3 ബ്ലോക്ക് 1 അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ അനാലിസിസ്, ക്രിട്ടിക്കൽ കമ്പോണൻസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 8 വരുന്നത്. 4 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 ആണ് ഒരു ആവറേജ് മാർക്ക് അതിൽ വരുന്നത്. ഓൺടർപ്രണറിയൽ കോമ്പിറ്റൻസീസ്, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. 3 ടൈംസ് ആണ് വന്നിട്ടുള്ളത് എക്സാമിന്. ഒരു 20 മാർക്ക് അതിൽ ആവറേജ് മാർക്കായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഫാമിലി ബിസിനസ് ടൈപ്സ്, ചാലഞ്ചസ്, കോൺഫ്ലിക്ട്സ്, ബ്ലോക്ക് 4 ആണ്, യൂണിറ്റ് 14 ആണ്. 3 ടൈംസ് അതിൽ അപ്പിയറൻസസ് വന്നിട്ടുണ്ട്. 20 മാർക്ക് ഏകദേശം അതിൽ വന്നിട്ടുണ്ട്. ദെൻ ഫിനാൻഷ്യൽ റിസോഴ്സസ്, സോഴ്സസ് ആൻഡ് ചോയ്സ് ഫാക്ടേഴ്സ്, ബ്ലോക്ക് 3 ആണ്, യൂണിറ്റ് 11 ആണ്. 3 ടൈംസ് എങ്കിലും അപ്പിയറൻസസ് വന്നിട്ടുണ്ട്. 16.7 ആണ് മാർക്സ് വന്നിട്ടുള്ളത്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് മെന്ററിംഗ് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്, യൂണിറ്റ് 12 ആണ് വരുന്നത്. 3 ടൈംസ് എങ്കിലും അതിൻ്റെ അപ്പിയറൻസസ് വന്നിട്ടുണ്ട്. 20 മാർക്സ് എങ്കിലും അതിന് വന്നിട്ടുണ്ട്. അതേപോലെ സ്റ്റാർട്ടപ്പ് ഒക്കെ കൺസെപ്റ്റ്, ചാലഞ്ചസ്, സപ്പോർട്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ,
ബ്ലോക്ക് 3-ലാണ്, യൂണിറ്റ് 10-ലാണ് ഒരു 3 ടൈംസെങ്കിലും വന്നിട്ടുണ്ട്. 20 ആണ് അതിന് മാർക്ക് വന്നിട്ടുള്ളത്. ടെക്നിക്സ് ഓഫ് ഐഡിയ ജനറേഷൻ ബ്ലോക്ക് 2 ആണ്, യൂണിറ്റ് 5 ആണ്. 3 ടൈംസ് ഒരു 10 മാർക്കെങ്കിലും അതിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണെന്നും അത് ഏതൊക്കെ യൂണിറ്റിലാണെന്നും അത് എത്ര തവണ നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ തവണ അത് വന്നിട്ടുണ്ട്, എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ള ഈ ഓരോ ടോപ്പിക്കും അതിന് എത്ര മാർക്കാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം നമ്മുടെ പഠനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു റിവിഷൻ സ്റ്റേജ് ആയിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു റിവിഷൻ സ്റ്റേജിൽ നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ഇതെല്ലാം. അതിൻ്റെ ഒരു പൈ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും വരുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പൈ ചാർട്ട് പോകുന്നത്. നെക്സ്റ്റ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് കറക്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഒരു 3 സ്റ്റെപ്പ് ടെംപ്ലേറ്റ് ആണ്. ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ആയിരിക്കും, ദെൻ 3 to 5 100 പോയിന്റ്സിൻ്റെ ആയിരിക്കും. മൈക്രോ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഔട്ട്ലൈൻ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു എസ്സേ ടൈപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്, 20 മാർക്ക് ഒരു എസ്സേ ആണെങ്കിൽ അതിനെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ്സ് എടുക്കാം. ദെൻ അത് റൈറ്റ് ചെയ്യാൻ ഒരു 12 മിനിറ്റ്സ്. അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഒരു സബ് പാർട്സ് ഉണ്ടെങ്കിൽ 10 മാർക്കിൻ്റെ സബ് പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ 12 മിനിറ്റ്സ് ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഒരു രീതി പോകേണ്ടത്. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ വളരെ നന്നായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് അതിന് ആക്യുറസി സ്പീഡിൽ നമുക്ക് ആ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഇത് പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. നമ്മളത് ജസ്റ്റ് റിഹേഴ്സ് ചെയ്യാം, ഡിസ്കസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിക്കാം, എലാബറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ പല രീതിയിലും നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ എഴുതേണ്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട ആൻസർ സെയിം ആയിരിക്കാം. അതൊരു ഡിസ്കസോ എക്സ്പ്ലെയിനോ എലാബറേറ്റോ വരുമ്പോഴേക്കും നമ്മളുടെ ടോപ്പിക്കിനോ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഇത്രയും ഒരു ജൂൺ 2022 ടു ജൂൺ 2025 വരെ നമ്മൾ ഏകദേശം BCOS 185-ൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി വരുന്ന ബ്ലോക്ക് ഏതാ, യൂണിറ്റ് ഏതാ, ടോപ്പിക് ഏതാ, അതിൻ്റെ പ്രോബബിലിറ്റി കാറ്റഗറി എങ്ങനെയാണെന്നുള്ളതാണ് വരുന്നത്. ഫസ്റ്റ് ഒരു ഹയസ്റ്റ് സിഗ്നൽസിൽ വരുന്നത് ബിസിനസ് പ്ലാൻ ആൻഡ് DPR ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7-ൽ ഏകദേശം 83.3% സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഒരു ബിസിനസ് പ്ലാൻ ആൻഡ് DPR എന്ന് പറയുന്നത്, ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7. ദെൻ ഓൺടർപ്രനേറിയൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബ്ലോക്ക് 1 അതിലെ യൂണിറ്റ് 2-ൽ വരുന്ന ടോപ്പിക്കാണ്. 66.7% ആണ്, ഒരു മീഡിയം ലെവലാണ് വരുന്നത്, എന്നാലും അതിനും സാധ്യത കൂടുതലാണ്. ദെൻ ഫീസിബിലിറ്റി ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8 ആണ്. 66.7% ആണ്, ഒരു മീഡിയം ലെവലിലാണ് വരുന്നത്, സാധ്യത കൂടുതലുള്ള ടോപ്പിക്സ് ആണത്. ദെൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4 50% ആണ്. സ്റ്റാർട്ടപ്സ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഫാമിലി ബിസിനസ് ഒരു 50% ആണ്, മീഡിയം ലെവലിലാണ് വരുന്നത്. അതിൻ്റെ ഒരു ടാബ്ലർ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7 അതിലെ ബിസിനസ് പ്ലാൻ ആൻഡ് DPR അപ്പിയറൻസ് 5 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 83.3% വരുന്നുണ്ട്. കാറ്റഗറി ഹൈ കാറ്റഗറി ആണ്. കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് പ്ലാൻ ആൻഡ് DPR. ദെൻ ബ്ലോക്ക് 1-ൽ വരുന്ന യൂണിറ്റ് 2 ഓൺടർപ്രനേറിയൽ ഇക്കോസിസ്റ്റം കമ്പോണൻസ് ഫാക്ടേഴ്സ് ഇന്ത്യ, അപ്പിയറൻസ് 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. 66.7% പ്രോബബിലിറ്റി അതിന് കൂടുതലാണ്. കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയമാണ്. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8 ഫീസിബിലിറ്റി ഫിനാൻഷ്യൽ അനാലിസിസ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 66.7 ആണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി, ഒരു മീഡിയം കാറ്റഗറിയിലാണ് അത് വരുന്നത്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4 ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 50 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത്, കാറ്റഗറി ഒരു മീഡിയം ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 4 ഓൺടർപ്രനേറിയൽ കോമ്പിറ്റൻസീസ് 3 അപ്പിയറൻസ് ആണ് വരുന്നത്, പ്രോബബിലിറ്റി 50 ആണ്, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 5 ടെക്നിക്സ് ഓഫ് ഐഡിയ ജനറേഷൻ അപ്പിയറൻസസ് വരുന്നത് 3 ടൈംസ് ആണ്, പ്രോബബിലിറ്റി 50 ആണ് വരുന്നത്. ഇൻ പെർസെൻറ്റേജിലാണ് കേട്ടോ അതെല്ലാം. ദെൻ കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10 അതിൽ സ്റ്റാർട്ടപ്സ്, കൺസെപ്റ്റ്, ചാലഞ്ചസ്, സപ്പോർട്ട് എല്ലാം ഉൾപ്പെടും. അതിൽ 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഒരു 50% ആണ് വരുന്നത്, മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്.
ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് സോഴ്സസ് ആൻഡ് ചോയ്സസ്, അതായത് 3 ടൈംസ് ആണ്, 50 ആണ് പെർസെൻറ്റേജ് വരുന്നത്, മീഡിയം ആണ് വരുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് മെൻറ്ററിങ്, അതും 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഒരു 50% ആണ് സാധ്യത വരുന്നത്, മീഡിയം ആണ് അതിൻ്റെ ഒരു ലെവൽ വരുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഫാമിലി ബിസിനസ്, അതിൽ ടൈപ്സ്, ചാലഞ്ചസ്, കോൺഫ്ലിക്ട്സ് അതെല്ലാം ഉൾപ്പെടാം. 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, 50% ആണ് നമുക്ക് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി ചാൻസ് കൂടുതലുള്ളത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 തിയറീസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് 2 ടൈംസ് ആണ്, 33.3% നമുക്ക് സാധ്യതയുണ്ട്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡിറ്റർമിനൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്, അതിൽ 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്, ഒരു 60.7% ആണ് സാധ്യതയുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 മാർക്കറ്റ് റിസർച്ച് ആൻഡ് പ്രോസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് 16.7 ലോ കാറ്റഗറി ആണ് വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 മാർക്കറ്റിംഗ് പ്ലാൻ സ്റ്റെപ്സ് 16.7 ആണ്, ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ അതിൽ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 മാർക്കറ്റിംഗ് പ്ലാൻ സ്റ്റെപ്സ്, അതിൽ 1 ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്, 16.7 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ആണ്, ഫോർ ഹൈ മീഡിയം ടോപ്പിക്സ് ആണ് വരുന്നത്. അതിലൊരു ജൂൺ 22 തൊട്ട് ജൂൺ 25 വരെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ബിസിനസ് പ്ലാൻ ആൻഡ് DPR അപ്പിയർഡ് ഇൻ 5 to 6 പേപ്പേഴ്സ്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബിസിനസ് പ്ലാൻ ആൻഡ് DPR ആണ് ഹൈ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു 6 പേപ്പേഴ്സിൽ ഒരു 4 ടൈംസെങ്കിലും ചോദിച്ചിട്ടുള്ളത് ഓൺടർപ്രണറിയൽ ഇക്കോസിസ്റ്റം ആണ്. ദെൻ ഫീസിബിലിറ്റി ഫിനാൻഷ്യൽ അനാലിസിസ് ഉണ്ട്. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ വരുന്നുണ്ട്, സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസ് അതിൽ സോഴ്സസ് ആൻഡ് ചോയ്സ് വരുന്നുണ്ട്, നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് മെൻറ്ററിങ്. അതേപോലെ തന്നെ ഫാമിലി ബിസിനസ് ടൈപ്സ് വരാം, ചലഞ്ചസ്, കോൺഫ്ലിക്ട്സ് ഇതെല്ലാം അതിൽ ഉൾപ്പെടാം. ഇത്രയാണ് വരുന്നത്. അതിൽ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഇൻഡിക്കേറ്റർ സ്ട്രിപ്പാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണത്. ദെൻ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റിൽ ബിസിനസ് പ്ലാൻ ആൻഡ് DPR ഇത് ഒരു 2 ടൈം അറ്റംപ്റ്റ്സ് വരുന്നതാണ്. കുറച്ചും കൂടെ സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് ബിസിനസ് പ്ലാൻ ആൻഡ് DPR എന്ന് പറയുന്നത്. ഒരു മീഡിയം രീതിയിൽ വരുന്നത് ഇക്കോസിസ്റ്റം, ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ്, ഫിനാൻസ് ആൻഡ് നോൺ ഫിനാൻസ് റിസോഴ്സസ്, ഫാമിലി ബിസിനസ്, ഇത്രയും കാര്യങ്ങൾ ഒരു മീഡിയം രീതിയിൽ കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതലാണ്. ലോ പ്രയോറിറ്റി പറയുമ്പോൾ തിയറീസ്, ഡിറ്റർമിനൻസ്, മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റിംഗ് പ്ലാൻ, ലൊക്കേഷൻ ഇംപ്ലിമെൻറ്റേഷൻ, MSME സ്പെസിഫിക്, അതെല്ലാം ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. ചിലപ്പോൾ ഒരു 1 പാരഗ്രാഫ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണത്. ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം എങ്ങനെ ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom വരുന്നതാണ്, ഡിസംബർ 2025 വരുന്ന എക്സാമാണ്. BCOS 185 ഓൺടർപ്രണർഷിപ്പ് ആണ്, 3 hours ആണ് ഉണ്ടായിരിക്കുക. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. അതിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ വരുന്നത് ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുക. ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് എങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടെ നമുക്ക് 20, ഓരോ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആയിട്ട് 20 ഈച്ച് ആയിട്ടാണ് വരുന്നത്. താഴെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്, യൂസ് suitable എക്സാമ്പിൾസ്, ഡയഗ്രാംസ് ഓർ ബ്രീഫ് കമ്പ്യൂട്ടേഷൻസ് വേർ എവർ റെലവൻറ്റ്. അതായത് നമുക്ക് എക്സാമ്പിൾസ് അവിടെ റെലവൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എക്സാമ്പിൾസ് യൂസ് ചെയ്യാം, ഡയഗ്രാംസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ കമ്പ്യൂട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ആ രീതിയിലെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാം. അതിലൊരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വരുന്നത് ഇവല്യൂഷൻ ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എനി 2 മോഡൽസ് ഓർ തിയറീസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്, economic, sociological, psychological or management perspective. Critically examine how will they explain the evolution of entrepreneurship in India and its contribution to economic development, citing sectoral examples. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. Question 2, identify and explain 6 core components of a robust entrepreneurial ecosystem. അതൊരു AB ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫോർ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഡയഗ്നോസ് 2 bottlenecks and purpose concrete
policy and firm level interventions to strengthen those components. Incubation, finance, market access, regulatory support ഇതെല്ലാം നമുക്ക് തരുന്ന ഹിൻസ് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. Question number 3, define 4 competencies: opportunity recognition, resilience, negotiation and risk management, and specify observable behavioral indicators for each in a venture setting. അതേപോലെ തന്നെ സപ്പാർട്ട് എന്ന് പറയുന്നത് ഡിസൈൻ എ 12-week ഡെവലപ്മെന്റ് പ്ലാൻ ഫോർ എ സ്റ്റുഡൻറ് ഓണ്ടർപ്രണർ ടു ബിൽഡ് ദീസ് കോമ്പിറ്റൻസീസ്. മെത്തേഡ് ആവും, പ്രാക്ടീസ് ടാസ്ക് ആയിരിക്കാം, ആൻഡ് ഇവല്യൂഷൻ മെട്രിക്സ് ആയിരിക്കാം. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ് അതിൽ വരുന്നത്. Then question number 4, present a structure funnel for opportunity indication and selection using trend scanning, screening criteria and a short new product development path. അതിൽ ബി വരുന്നത് അപ്ലൈ 1 ഐഡിയ ജനറേഷൻ ടെക്നിക്, എക്സാമ്പിൾ സ്കാമ്പർ ഓർ മൈൻഡ് മാപ്പിംഗ്, ടു propose 3 differentiated ideas for a hydrolocal service platform, justify the final selection with workability and market fit criteria. ബ്ലോക്ക് 4 യൂണിറ്റ് 5 ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, പക്ഷേ ഇത്ര തന്നെ ഒരു ഡിഫിക്കൽട്ടി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിൽ വരില്ല. ഇത് കുറച്ചും കൂടെ മോസ്റ്റ് പ്രോബബിലിറ്റി ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Then you plan to launch a low-cost solar dryer for micro entrepreneur in a rural district. Design a market research plan, objectives, target segment, sampling approach, instrument outline, and data quality checks. Highlight rural research nuances. ഇതെല്ലാം നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. Then translate insight into a concise marketing plan. Positioning, 4Ps, 7Ps, go to market and metrics. 4Ps ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഉൾപ്പെടുത്താം, 7Ps നമുക്ക് ഉൾപ്പെടുത്താം. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു മാർക്കറ്റിംഗ് പ്ലാൻ അവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഡിസ്റ്റിങ്ക്വിഷ് ക്വസ്റ്റ്യൻ നമ്പർ 6 പാർട്ട് എ ആണ്. ഡിസ്റ്റിങ്ക്വിഷ് എ ബിസിനസ് പ്ലാൻ ഫ്രം എ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്, DPR, ഇൻ പർപ്പസ്, ഡെപ്ത് ആൻഡ് ഓഡിയൻസ്. അതേപോലെ തന്നെ ബിയിൽ ഡ്രാഫ്റ്റ് ദ ബാങ്ക് അപ്രൈസൽ റെഡി സ്ട്രക്ചർ ഓഫ് എ DPR ഫോർ എ ലൈറ്റ് മാനുഫാക്ചറിംഗ് വെഞ്ചർ, സ്പെസിഫൈ എക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റേഷ്യോസ് and purpose risk mitigation measures across technical, market and environmental domains. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 evaluate the Startup India framework and India's incubation or innovation network, including Atal Innovation Mission in enabling new ventures, comment on implementation gaps. Then അതിലെ പാർട്ട് ബി ആണ്. ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ എഡ്ടെക് സ്റ്റാർട്ടപ്പ്, മാപ്പ് suitable financing sources by stage, idea, validation, early growth, and justify the choice factors, cost control, risk and readiness. ബ്ലോക്ക് 3 യൂണിറ്റ് 10, 11. Question number 8, write short notes on any two. അത് MSME and entrepreneurship development in India, ഫാമിലി ബിസിനസ് കോൺഫ്ലിക്ട്സ്, മുദ്ര യോജന, ലൊക്കേഷൻ ലേഔട്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ ഏതെങ്കിലും 2 ആണ് നമ്മൾ എഴുതേണ്ടുള്ളൂ. ദെൻ അത് ബ്ലോക്ക് 4 യൂണിറ്റ് 13, 14, ബ്ലോക്ക് 3 യൂണിറ്റ് 11, ബ്ലോക്ക് 2 യൂണിറ്റ് 9. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എഴുതുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഏതിനാണോ കൂടുതൽ യൂണിറ്റ് 1-നും യൂണിറ്റ് 2-നും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കുറച്ചും കൂടെ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. 3ഉം 4ഉം വേണ്ടെന്നല്ല, 3ഉം 4ഉം നമ്മൾ ഈ ഒരു 1ഉം 2ഉം ബ്ലോക്ക് 1ഉം 2ഉം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം 3ഉം 4ലേക്കും കിടക്കുക. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോയി എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.